നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഡോഗ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ക്യാറ്റ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. ഒരു റിയൽ സിറ്റുവേഷൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ലാബ്രഡോഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ബ്രൂണോ എന്ന് നമുക്ക് വിളിക്കാം. ഒരു ദിവസം സഡൻലി വൊമിറ്റിംഗ് തുടങ്ങി. എമർജൻസി ആയിട്ട് നമ്മൾ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സ്കാൻ ചെയ്തു. സർജറി വേണമെന്ന് പറയുന്നു. 80,000 റുപ്പീസ് ആണ് ടോട്ടൽ കോസ്റ്റ് പറയുന്നത് ഹോസ്പിറ്റലിൽ. സോ ഇത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വളരെ ഷോക്കാണ്. ഇവിടെയാണ് ഒരു പെറ്റ് ഇൻഷുറൻസിന്റെ ഇന്നത്തെ റെലവൻസ്. പെറ്റ് ഇൻഷുറൻസോ, അത് ഇന്ത്യയിൽ അതൊക്കെ ഉണ്ടോ എന്നാണ് പല ആളുകളുടെയും ഫസ്റ്റ് റിയാക്ഷൻ. യെസ്, ഉണ്ട്. ഇന്ത്യയിൽ പെറ്റ് ഇൻഷുറൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതൊരു ഗ്രോയിങ് മാർക്കറ്റ് ആണ്. ആൻഡ് ടുഡേ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പെറ്റ് ഇൻഷുറൻസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഇറ്റ് കവേഴ്സ്, വാട്ട് ഇറ്റ് ഡസ് നോട്ട്, ആൻഡ് ഹൗ യു ക്യാൻ ക്ലെയിം ആൻഡ് ഹൂ പ്രൊവൈഡ്സ് ഇറ്റ്. വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് സനോജ് ലാൽ. ഈ ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 20 വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ട്രസ്റ്റോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ആദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പെറ്റ് ഇൻഷുറൻസ് എന്തിന് വേണം? ഇന്ന് മെട്രോ സിറ്റീസിൽ ഒരു സിമ്പിൾ വെറ്റിനറി സർജറിക്ക് 40,000 രൂപ മുതൽ 1.5 ലക്ഷം വരെ ചിലവ് വരുന്നുണ്ട്. വെറ്റിനറി കോസ്റ്റ് ഇയർ ആഫ്റ്റർ ഇയർ കൂടിക്കൊണ്ടിരിക്കുന്നു. ലൈക്ക് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ സ്റ്റോറി പോലെ തന്നെ. ആ ടൈമിൽ ചികിത്സ വേണോ, ബഡ്ജറ്റ് ഉണ്ടോ, ഈ ഡിലീമ പെറ്റ് ഇൻഷുറൻസിന്റെ കേസിലും നമുക്ക് നടക്കുന്നുണ്ട്. നമ്മൾ പെറ്റ്സിനെ ഫാമിലി മെമ്പർ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ഒരു കെയർ ഡിസിഷൻ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ പ്രഷറിന്റെ ബേസിൽ ഒരിക്കലും ആകരുത്. മെഡിക്കൽ നീഡ്സിന്റെ ബേസിൽ തന്നെ ആകണം നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത്. അടുത്തതായി പെറ്റ് ഇൻഷുറൻസ് മെയിൻ ആയിട്ട് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് പെറ്റ് ഇൻഷുറൻസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ആക്സിഡന്റ് ഒൺലി പ്ലാൻ. ഇത് വളരെ സിമ്പിൾ ആണ്. ഫോൾസ്, റോഡ് ആക്സിഡന്റ്, ഹാംഫുൾ ഒബ്ജക്റ്റ് ഇഞ്ചക്ഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. പ്രീമിയം വളരെ ലോ ആണ്. ബേസിക് പ്രൊട്ടക്ഷൻ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ പട്ടി മതിൽ ചാടി ലെഗ് ഫ്രാക്ചർ ആയാൽ ഈ പ്ലാനിൽ കവർ ചെയ്യും. രണ്ടാമത്തെ ടൈപ്പ് കോംപ്രിഹെൻസീവ് പ്ലാൻ ആണ്. ഇതാണ് ഇന്ന് നമ്മൾ മോസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ആക്സിഡന്റ് പ്ലസ് ഇൽനസ്, സർജറീസ്, ഹോസ്പിറ്റലൈസേഷൻ, സംടൈംസ് വാക്സിനേഷനും വെൽനസ് ബെനിഫിറ്റ് എല്ലാം ഇതിൽ കവർ ചെയ്യുന്നതാണ്. ലിറ്റിൽ മോർ പ്രീമിയം ആണ്, ബട്ട് മച്ച് ബെറ്റർ പ്രൊട്ടക്ഷൻസ്. മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് തേർഡ് പാർട്ടി ലയബിലിറ്റി പ്ലാൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഡോഗ് ഒരാളെ ബൈറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നൈബറിന്റെ പ്രോപ്പർട്ടി എങ്ങനെയെങ്കിലും ഡാമേജ് ആയാൽ ആ ലീഗൽ ലയബിലിറ്റി ഇതിൽ കവർ ചെയ്യുന്നു. ഇതാണ് തേർഡ് പാർട്ടി ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സിലേക്ക് വരാം. മോഡേൺ പെറ്റ് ഇൻഷുറൻസ് പ്ലാനിൽ ധാരാളം അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് പേഴ്സണലൈസ്ഡ് ആൻഡ് കസ്റ്റമൈസ്ഡ് പ്ലാൻ. സാധാരണ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നത് പോലെ ഇത് നമ്മുടെ പെറ്റ്സിന്റെ ബ്രീഡ്, ഏജ്, ബഡ്ജറ്റ് ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് സം ഇൻഷുർഡ് ചൂസ് ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കുന്നതാണ്. അടുത്തത് ക്യാഷ്ലെസ് ആൻഡ് റീഇംബേഴ്സ്മെന്റ്. നെറ്റ്വർക്ക് ഉള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് ക്ലെയിം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ പേ ആൻഡ് ക്ലെയിം സിസ്റ്റം അവൈലബിൾ ആണ്. നിങ്ങൾ പേ ചെയ്യുക, അതിനുശേഷം റീഇംബേഴ്സ്മെന്റ് ആയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. രണ്ടാമത്തെ ആഡ് ഓൺ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ആഡ് ഓൺ റൈഡേഴ്സ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത OPD കവർ, തേർഡ് പാർട്ടി ലയബിലിറ്റി, തെഫ്റ്റ്, വാക്സിനേഷൻ, ഇതൊക്കെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് അഡീഷണൽ പ്രീമിയം കൊടുത്തിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതാണ് മൾട്ടി പെറ്റ് ഡിസ്കൗണ്ട്. ഒന്നിൽ കൂടുതൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ പോളിസിയിൽ നമുക്ക് എല്ലാ പെറ്റ്സിനെയും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ് ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെറ്റ്സ് ഏജ് ആകുമ്പോൾ ഹെൽത്ത് നീഡ്സ് ഇൻക്രീസ് ആകും. ആ ടൈമിൽ റിന്യൂവൽ റിഫ്യൂസ് ചെയ്താൽ വളരെ വളരെ പ്രോബ്ലമാണ്. മെനി പ്ലാൻസ് ഇന്ന് ലൈഫ് ലോങ് റിന്യൂവൽ ഓഫർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കാം. എൻട്രി ഏജ് ടിപ്പിക്കലി 8 വീക്സ് മുതൽ 7 to 8 ഇയേഴ്സ് വരെയാണ്. വലിയ ബ്രീഡ്സിന്, ഗെയിൻ ബ്രീഡ്സിന് മാക്സിമം 4 to 5 ഇയേഴ്സ് ആയിട്ട് ഇത് റിഡ്യൂസ്ഡ് ആയിരിക്കും. അടുത്തത്
പെറ്റ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ ലൈസൻസോ അല്ലെങ്കിൽ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം നിങ്ങളുടെ പെറ്റ്, അല്ലെങ്കിൽ മൈക്രോ ചിപ്ഡ് ഘടിപ്പിച്ചിരിക്കണം. മൂന്നാമത്തേത് വാക്സിനേഷൻ പ്രൂഫും ഐഡന്റിഫിക്കേഷൻ പ്രൂഫും മസ്റ്റ് ആയിട്ട് റിക്വയർമെന്റ് ആയിട്ട് വേണ്ടതാണ്. അതുപോലെ തന്നെ ഡോഗ്സും കാറ്റ്സും ഇൻഡിജീനിയസ്, ക്രോസ് ബീഡ്, എക്സോട്ടിക് ബ്രീഡ്സ് ഇതെല്ലാം നമുക്ക് പെറ്റ് ഇൻഷുറൻസിൽ നിന്ന് എലിജിബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് പ്രീമിയത്തിന്റെ കാര്യം ഒന്ന് ക്വിക്കായിട്ട് മനസ്സിലാക്കാം. ബേസിക് പ്ലാൻ 315 ഒരു വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സം ഇൻഷുർഡ് എടുക്കുകയാണെങ്കിൽ 10,000 രൂപ തൊട്ട് 50,000 രൂപ വരെ അവൈലബിൾ ആണ് ബേസിക് പ്ലാനിൽ. ഇനി നമ്മൾ കോംപ്രിഹെൻസീവ് പ്ലാനിലോട്ടാണ് പോകുന്നതെങ്കിൽ ബ്രീഡ് സൈസിനനുസരിച്ചിട്ട് ഹയർ സം ഇൻഷുർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇതിന്റെ കവറേജ്, വെയിറ്റിംഗ് പീരീഡ് ആൻഡ് എക്സ്ക്ലൂഷൻസ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ എന്താണ് ഒരു പെറ്റ് ഇൻഷുറൻസിൽ കവറേജ് ചെയ്യുന്നത്? വാട്ട് ഇറ്റ് ഈസ് കവേർഡ്? ഒന്ന്, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, വാർഡ് ചാർജസ്, ഡയഗ്നോസ്റ്റിക് എക്സ്പെൻസുകൾ, ഡോക്ടേഴ്സിന്റെ ഫീ, സർജറി എക്സ്പെൻസ്, അനസ്തീഷ്യക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള ചാർജുകൾ, ഡ്രഗ്സ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, മോർട്ടാലിറ്റി ബെനിഫിറ്റ്. അതൊരു പുതിയൊരു ബെനിഫിറ്റ് ആണ്. ആക്സിഡന്റോ ഡിസീസോ കൊണ്ട് നമ്മുടെ പെറ്റ് മരിച്ചു പോയാൽ ഒരു ലംസം പേ ഔട്ട് മോർട്ടാലിറ്റി ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെർമിനൽ ഇൽനെസ്സും ക്രോണിക് കെയർസ് എല്ലാം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കവറേജ് ആണ് തേർഡ് പാർട്ടി ലയബിലിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ തെഫ്റ്റ്, ലോസ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അടുത്തത് നമുക്കറിയേണ്ടത് ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ആണ്. സാധാരണ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലെ വെയിറ്റിംഗ് പീരീഡ് പോലെ തന്നെ ഇവിടെയുമുണ്ട്. ജനറൽ ഇൽനസ് കവേഴ്സിന് 15 ദിവസം തൊട്ട് 30 ദിവസം വരെ നോർമൽ സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് ആണ്. പിന്നെ ഉള്ളത് ബ്രീഡ് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷന് 1 വർഷം തൊട്ട് 2 വർഷം വരെയുള്ള വെയിറ്റിംഗ് പീരീഡ് അവൈലബിൾ ആണ്. ബട്ട് ആക്സിഡന്റൽ കവറേജിന് ഡേ 1 തൊട്ട് നമുക്ക് എല്ലാ പ്ലാനിലും കവറേജ് ലഭിക്കുന്നതാണ്. സോ ഫൈനലി നമുക്ക് ഈ പെറ്റ് ഇൻഷുറൻസിലെ എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ക്വിക്കായിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, നിലവിലുള്ള അസുഖങ്ങൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പെറ്റ് ഇൻഷുറൻസുകളൊന്നും കവർ ചെയ്ത് കാണുന്നില്ല. രണ്ടാമത്തേത് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്, ഗ്രൂമിങ്, ഇയർ ക്രോപ്പിംഗ് ഇതൊന്നും സാധാരണ ഒരു പെറ്റ് ഇൻഷുറൻസിൽ കവർ ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് ബ്രീഡിങ് ആൻഡ് പ്രഗ്നൻസി റിലേറ്റഡ് കോസ്റ്റും പെറ്റ് ഇൻഷുറൻസിൽ കവർ ചെയ്യാറില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓണർ നെഗ്ലിജൻസ് കൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളോ അപകടങ്ങളോ വന്നു കഴിഞ്ഞാൽ അതും ഈ പ്ലാന്റെ ഭാഗമാകുന്നതല്ല. അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കാണ്ടിരിക്കുക, പ്രോപ്പർ കെയർ കൊടുക്കാണ്ടിരിക്കുക, ഇതിനൊന്നും കവറേജ് ലഭിക്കുന്നതല്ല. വാർ ആൻഡ് ന്യൂക്ലിയർ റിസ്ക് ഇത് സ്റ്റാൻഡേർഡ് എക്സ്ക്ലൂഷൻസ് ആണ്. പോളിസി ബൈ ചെയ്യും മുമ്പ് നിങ്ങൾ ഈ എക്സ്ക്ലൂഷൻസ് എല്ലാം കെയർഫുള്ളി റീഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ക്ലെയിം ടൈമിൽ അത് നിങ്ങൾക്ക് ഒരു വലിയ ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. ഇനി ക്ലെയിം പ്രോസസ്സിന് 2 റൂട്ട്സ് ഉണ്ട്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തതാണ്. ഹെൽത്ത് ഇൻഷുറൻസിലെ പോലെ തന്നെ ക്യാഷ്ലെസ് ആയിട്ടും റീഇംബേഴ്സ്മെന്റ് ആയിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം. മിക്ക പെറ്റ് ഇൻഷുറൻസ് പ്ലാനുകളിലും ഇന്ന് കോ പേയ്മെന്റ് ഉണ്ട്. ടിപ്പിക്കലി 10 to 20% എമൗണ്ട് നിങ്ങൾ തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ബെയർ ചെയ്യേണ്ടി വരും എവറി ക്ലെയിമിലും. അതുപോലെ തന്നെ സബ് ലിമിറ്റും അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റിൽ ക്ലിയർ ആയിട്ട് മെൻഷൻഡ് ആയിരിക്കും. പോളിസി എടുക്കുന്നതിന് മുമ്പ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യണം. ഇനി നമ്മൾ അടുത്തത് മനസ്സിലാക്കുന്നത് ഈ പെറ്റ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികൾ ഏതൊക്കെയാണെന്നാണ്. ഒന്ന്, പബ്ലിക് ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ്, HDFC എർഗോ, ബജാജ് അലയൻസ് തുടങ്ങിയവരാണ് ഈ പെറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്നതിൽ നിന്ന് മുൻപിട്ട് നിൽക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് പെറ്റ് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ. ഇതിൽ കീ ടേക്ക് അവേ എന്ന് എനിക്ക് പറയാനുള്ളത്, വെറ്റിനറി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. പെറ്റ് ഇൻഷുറൻസ് ഇന്ന് ഒരിക്കലും ഒരു ലക്ഷറി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഒരു ബേസിക് ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് ആണ്. നിങ്ങളൊരു പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ എൻട്രി ഏജ്, സം ഇൻഷുർഡ്, ബ്രീഡ് സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് ഇതൊക്കെ മസ്റ്റായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്ക്ലൂഷൻസും കോ പേയ്മെൻറ്റ് ടേംസും. ഇതെല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തിട്ട് വേണം തന്നെ ഒരു പോളിസിയിൽ എൻറോൾ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പെറ്റ്സ് ഉണ്ടെങ്കിൽ മൾട്ടി പെറ്റ് പോളിസിയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പെറ്റ് ഇൻഷുറൻസിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ്
സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റോ പ്ലാനോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.